ഹായ് നിരുമോളെ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ മുറിച്ചോ? ഇന്നലെ നിലുബേബിയുടെ മമ്മിയെ ഞാൻ ബ്യൂട്ടി പാർലറിൽ വെച്ച് കണ്ടായിരുന്നു. നിലു എപ്പോഴും എന്റെ കാർട്ടൂണാണ് യൂട്യൂബിൽ കാണുന്നതെന്ന് മമ്മി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാരീസിന്റെ ഒരു പോസ്റ്റ് ഇരിക്കുമ്പോ നിലു എന്റെ കഥ കേട്ട് ചോറ് കഴിക്കുന്ന വ്ലോഗ് കണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായ വീഡിയോ. 4 തവണ ഞാൻ ആ വീഡിയോ കണ്ടത്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ നിലു ബേബിക്ക് എന്റെ ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു. ആരാധകരുടെ സ്വന്തം താരങ്ങളിൽ ഒരാളാണ് പേളി മാണി. ബിഗ് ബോസിൽ മത്സരിച്ചതോടെയാണ് പേളിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത്. ശ്രീനിയുമായുള്ള പ്രണയവും വിവാഹവും മക്കളുടെ വരവും എല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴിതാ മകളായ നിലയ്ക്ക് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് പേളി മാണി. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. സ്പൈഡർമാനെയാണ് നില ബേബിക്ക് ഏറ്റവും ഇഷ്ടം. അത് നമുക്ക് മുൻപ് കഥകളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ അറിയാം. പേളിയുടെ ബ്ലോഗിലെല്ലാം നില ബേബിക്ക് ആഹാരം കൊടുക്കുമ്പോൾ സ്പൈഡർമാൻ്റെ കഥ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിട്ടുമുണ്ട്. അതേസമയം ഇപ്പോൾ നിലു ബേബിയുടെ പിറന്നാൾ ദിനത്തിൽ മലയാളത്തിൽ ആശംസ അറിയിച്ചെത്തിയിരിക്കുകയാണ് സ്പൈഡർമാൻ. നിലു ബേബി തൻ്റെ വീഡിയോ കേൾക്കുന്നതും കഥ കാണുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. നിലുവിൻ്റെ വീഡിയോ ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ടെന്നൊക്കെ സ്പൈഡർമാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ചിരിയോടെ കാണുകയാണ് നിലു ബേബി. നിലുവിന് തൻ്റെ കഥ പറഞ്ഞാണ് അമ്മ ആഹാരം തരുന്നതെന്ന് തനിക്ക് അറിയാമെന്നും എപ്പോഴും നിലു ബേബി തൻ്റെ കഥയാണ് അല്ലെങ്കിൽ തൻ്റെ വീഡിയോ ആണ് വീട്ടിൽ കാണുന്നതെന്നും തനിക്കറിയാമെന്നും സ്പൈഡർമാൻ നിലുവിനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് എക്സൈറ്റഡ് ആയിരിക്കുകയാണ് നമ്മുടെ നിലു ബേബി. അതേസമയം പേളിമാണിയുടെ മൂത്ത മകളായ നിലായുടെ ബർത്ത്ഡേ ഇപ്പോൾ ആഘോഷമായിരിക്കുകയാണ്. സ്പൈഡർമാൻ ടീമിലായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഈ ദിവസം എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വിവരിക്കാൻ വാക്കുകളില്ല. നിന്റെ ചിത്രങ്ങളും വീഡിയോകളുമായി എൻ്റെ ഫോൺ ഗാലറി നിറഞ്ഞിരിക്കുകയാണ്. സ്നേഹവും കടപ്പാടുമൊക്കെയായി ഹൃദയം വിങ്ങുകയാണ്. ആ നിമിഷങ്ങളെല്ലാം ഒന്നുകൂടി വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ആദ്യമായി അവളെ കയ്യിലെടുത്തത് ഇന്നലെ പോലെയാണ് തോന്നുന്നത്. അവളുടെ ആദ്യ കരച്ചിലും ചിരിയുമെല്ലാം ഇപ്പോഴും മനസ്സിലുണ്ട്. എൻ്റെ ലോകം തന്നെ നിറച്ചുള്ള പുഞ്ചിരിയാണ് അവൾ തരാറുള്ളത്. അവളുടെ ആദ്യ സംസാരവും നടത്തവുമെല്ലാം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അവളുടെ ജീവിതത്തിലെ ഓരോ തുടക്കവും എനിക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ അമ്മയാക്കിയത് അവളാണ്. എന്നും നിന്നെ എൻ്റെ ലിറ്റിൽ ഗേളായി കാണാനാണ് ആഗ്രഹം. നല്ലൊരു മകളായി മാത്രമല്ല, ദയയും സഹാനുഭൂതിയുമുള്ള മനുഷ്യനായി നീ വളരണം. നിതാരയെ നീ നോക്കുന്നതും പരിഗണിക്കുന്നതും കാണുമ്പോൾ സമാധാനമാണ്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. എൻ്റെ ഹൃദയമിടിപ്പ് തന്നെ നിനക്കുള്ളതാണെന്നുമായിരുന്നു പേളി കുറിച്ചത്.